ಕಳೆದ ತಾರೀಕು 21ರಿಂದ ಪ್ರಾರಂಭಗೊಂಡ ಎಮ್ಮೆಮಾಡು ಮಕಾಂ ಉರೂಸ್ ಸಮಾರಂಭ ವಿವಿಧ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ಶುಕ್ರವಾರ ಸಮಾಪನಗೊಂಡಿತು. ಎಮ್ಮೆಮಾಡಿನಲ್ಲಿ ಶುಕ್ರವಾರ ಜುಮಾ ನಮಾಜ್ನ ಬಳಿಕ ನಡೆದ ಸಮಾರೋಪ ಸಮಾರಂಭ ಕಾರ್ಯಕ್ರಮವನ್ನು ಸೈಯದ್ ಇಲ್ಯಾಸ್ ಅಲ್ ಐದ್ರೂಸಿ ತಂಗಳ್ ಎಮ್ಮೆಮಾಡು ಉದ್ಘಾಟಿಸಿ ಮಾತನಾಡಿದರು. ಕರ್ನಾಟಕ ಜಮಿಯತುಲ್ ಉಲಮಾ ರಾಜ್ಯಾಧ್ಯಕ್ಷ ಝೈನುಲ್ ಉಲಮಾ ಅಬ್ದುಲ್ ಹಮೀದ್ ಮುಸ್ಲಿಯಾರ್, ನೂರುಸ್ ಸಾದತ್ ಸೈಯದ್ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಇಂಬಿಚ್ಚಿಕೋಯ ಅಲ್ ಬುಖಾರಿ ಮತ್ತಿತರ ಪ್ರಮುಖರು ಈ ಸಂದರ್ಭ ಮಾತನಾಡಿದರು. ಉರೂಸ್ ಅಂಗವಾಗಿ ಜಿಲ್ಲೆ, ಹೊರ ಜಿಲ್ಲೆ, ಹೊರ ರಾಜ್ಯಗಳಿಂದ ಆಗಮಿಸಿದ ಸಾವಿರಾರು ಮಂದಿ ಭಕ್ತಾದಿಗಳಿಗೆ ಅನ್ನದಾನದ ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಲಾಗಿತ್ತು. ಎಮ್ಮೆಮಾಡು ತಾಜುಲ್ ಇಸ್ಲಾಂ ಮುಸ್ಲಿಂ ಜಮಾತ್ ಉಪಾಧ್ಯಕ್ಷ BU ಅಶ್ರಫ್ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆದ ಕಾರ್ಯಕ್ರಮದ ವೇದಿಕೆಯಲ್ಲಿ ಜಮಾತ್ ಅಧ್ಯಕ್ಷ ಅಬೂಬಕರ್ ಸಕಾಫಿ, ವಕ್ಫ್ ಬೋರ್ಡ್ನ ಮಾಜಿ ಅಧ್ಯಕ್ಷ ಯಾಕೂಬ್, ಸೈಯದ್ ಅಬ್ದುಲ್ ಅಜೀಜ್ ತಂಗಳ್, ಜಮಾತ್ನ ಮಾಜಿ ಅಧ್ಯಕ್ಷ ಉಸ್ಮಾನ್ ಹಾಜಿ ಮತ್ತಿತರ ಪ್ರಮುಖರು ಪಾಲ್ಗೊಂಡಿದ್ದರು. ಕೊಡಗು ಚಾನಲ್ ನ್ಯೂಸ್, ಜಕರಿಯಾ ನಾಪಕ್ಲೋ. അവിടുത്തെ ഡൈരിയെ കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ സൂറത്ത് ദുഹാന് ശഅബാനിന്റെ 15ന്റെ രാത്രിയിൽ ബറാഅത്തിന്റെ രാവിൽ ബഹുമാനപ്പെട്ടവരെ, സൂഫി സയ്യിദ് എന്ന പേരിൽ എന്നെ അറിയപ്പെടുന്നു. എന്താണ് ഇവിടെ വിശേഷം? എന്താണ്? അള്ളാഹു തന്നെ ശുഹദാക്കന്മാരെ സംബന്ധിച്ച് ഖുർആനിൽ പറഞ്ഞു, ഒരാത്തപ്പോലും ഒരു ഇമയും പറയാം. ഇത് ബർസഖിയായ പ്രത്യേകമായതായിരിക്കുന്ന ഒരു ജീവിതമാണ് അവരുടെ ജീവിതം. നിങ്ങൾ സാധാരണക്കാരുടെ ജീവിതം പോലെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരായത്തിൽ അങ്ങനെ പറഞ്ഞു. പിന്നെ ഒരായത്തിൽ പറയുന്ന ഒരാത്ത സബീലില്ല എന്ന് പറഞ്ഞു. ഈ അള്ളാഹിന്റെ സബീലിൽ കൊല്ലപ്പെട്ടതായിരിക്കുന്ന ആൾക്കാർ അവർ മരിച്ചു വരുന്നത് ഒരായത്തിൽ പറഞ്ഞു. നിങ്ങൾ പറയാൻ വിചാരം വേണ്ട, അങ്ങനത്തെ വിചാരം ഊഹന നിങ്ങൾക്ക് വേണ്ട. അവർ എന്തായി ഹയാവും, അത് പ്രത്യേകമായ ബർസഖിയായ ഒരു ഹയാത്താണ് അവർക്ക്. മരിച്ചവരെന്ന് പറയാൻ പറ്റില്ല, പറയാം, പക്ഷേ ഒരു അർത്ഥത്തിലാണ്. മറ്റൊരു അർത്ഥത്തിൽ ഹയാത്തുള്ളവരെന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അന്നത്തെ എന്നെ സമയാക്കാൻ പറയും. അമ്പിയാക്കന്മാരെ ജഡങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അലൈഹിസ്സലാം മിസ്റിന്റെ വ്യക്തി മകന്റെ കൂടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ 16 കൊല്ലം ജീവിച്ചു. ഈ 16 കൊല്ലം ജീവിച്ചതിന് ശേഷം മകനോട് യൂസുഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാം വഫാത്തായതിനു ശേഷം അവരുടെ വലിയ ആളഭാഗത്തോട് അന്ന് പുറത്തതായിരുന്ന രാജാവാണ് യൂസുഫ്. ചോദിച്ചാൽ സൂഫി സയ്യിദ് തങ്ങൾ നമ്മുടേത് വിളി കേൾക്കാതിരിക്കില്ല. ആ ചെറുപ്പക്കാരെയും നിഷ്കളങ്കതയുള്ള മനസ്സ് ഒരു കുഞ്ഞിക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യന് ലോകത്തുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ മക്കളാണ്. ആ മക്കൾ സ്വാലിഹീങ്ങളാവണം. ഉമ്മയുടെയും ബാപ്പയുടെയും നെഞ്ചത്ത് കടാര കൊണ്ട് അതുപോലെ തന്നെ മയക്കുമരുന്നും കള്ളും കുടിച്ചെന്നാൽ നീ ഉമ്മയും ബാപ്പയും അതേ പെങ്ങളെയും ഭാര്യയും വേർതിരിച്ചറിയാതെ രൂപത്തിൽ നമ്മുടെ മക്കളായാൽ ആ മക്കൾ ഉപകരിക്കില്ല. അതേ ആ മനുഷ്യന് ദുആ ചെയ്തപ്പോ ഈ കുഞ്ഞിനെനിക്ക് കിട്ടിയത് ഒരുപാട് ദർബാറ് സൂഫി സയ്യിദിലാണ്. മറ്റൊരു സഹോദരൻ പറഞ്ഞു, 16 വരെ ജീവിച്ചവരാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി പോലെ അള്ളാഹുവാണ് ചെയ്യുന്നത്. അത് ആ അവസ്ഥയാണ് അവരുടെ കാര്യം. ലഹുമായ പടച്ചൻ പറയുന്നു, അവർ എന്താ ഉദ്ദേശിക്കുന്നത് അതെല്ലാം അള്ളാഹു അവർക്ക് കൊടുക്കും. തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗതാക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്.
حمدا يوافي نعمه ويكافئ مزيدا عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا الخالبك قبولك الرحمن ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹിബ്ബനാൽ ഞങ്ങളുടെ ഖൽബ് നിറക്കണം റഹ്മാൻ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി